ക്ക് പോകുന്നു. എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ലേ? എൻ്റെ ഹലോ ഗൈസ് കേട്ട് നിങ്ങൾ പേടിച്ചില്ലല്ലോ അല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. ആക്ച്വലി ദിസ് വ്ളോഗ് ഈസ് എ പ്രീവിയസ് സൺഡേ വ്ളോഗ്. എനിക്കിന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത് ഇന്നാണ്. സോ ആസ് യൂഷ്വൽ രാവിലെ എഴുന്നേറ്റു. ഞാൻ അണ്ടിപ്പോയ അണ്ണാനെ പോലെ മേലോട്ട് നോക്കിയിരിക്കുന്നു. ഞാൻ ദിവസവും ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. കാര്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുറച്ച് ഇരിക്കുക എന്നുള്ളത്, ഇരിക്കുകയോ നിൽക്കുകയോ, അതായത് കുറച്ച് നേരം ഞാൻ റിലേ പോയ പോലെ എനിക്ക് ഇരിക്കുന്നുണ്ടാവുക. അപ്പം അന്ന് ഞാൻ എണീച്ച ദിവസം, അതായത് അന്നെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം ഞാൻ എണീച്ച ദിവസം കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ പൊടി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ബെഡിൽ, ഞങ്ങൾ കിടക്കുന്ന ബെഡിൽ എൻ്റെ പ്രിയതമൻ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. വൺ തിങ്, അവൻ വന്ന് അപ്പം തന്നെ കിടന്നുറങ്ങി. ഞാൻ എണീച്ച രാവിലെ ലേറ്റായിട്ടായിരുന്നു, അതായത് 8 മണിക്കായിരുന്നു. അപ്പോൾ പാവം എനിക്ക് ഫുഡ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. നൈറ്റ് കഴിഞ്ഞ് വന്നതാണ്, പക്ഷേ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ എണീച്ച് തന്നെ 8 മണിക്കാന്ന്, അപ്പോഴത്തേക്കും കിടന്നുറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡിൽ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ പല്ല് തേക്കാൻ പോവുകയാണ് ഗേയ്സ്. അങ്ങനെ ഞാൻ പല്ല് തേച്ചു. പുതിയൊരു ബ്രഷ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പോലെയല്ല, ഇപ്പോൾ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ എൻ്റെ പേരെന്നതിനോലെ ബ്രഷെല്ലാം വെച്ച് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ പല്ല് തേച്ച്. അങ്ങനെ പല്ല് തേച്ച്, പക്ഷേ 6 മാസം കൂടുമ്പോൾ നമ്മളെ ബ്രഷ് മാറ്റണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഞാനെല്ലാം ഒരു കൊല്ലം വരെയെല്ലാം ഇടയ്ക്കിടയ്ക്ക് മറന്നു തോന്നുന്നു, അതിൻ്റെ പേര് ബ്രഷ് ഉപയോഗിക്കലുണ്ട്. പക്ഷേ നിങ്ങളങ്ങനെ ഉപയോഗിക്കരുത് ഗൈസ്. 6 മാസം കൂടുമ്പോൾ മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളെ പല്ലെല്ലാം കേടായിപ്പോൾ, മോണയെല്ലാം കേടായിപ്പോൾ, ചോരെല്ലാം വരും. അത് നിൽക്കട്ടാടാ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത്, ഈ ഫേസ് വാഷ്, ഇതേതാ ഫേസ് വാഷ് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. ഏതോ ഒരു ഫേസ് വാഷ് വാങ്ങിന് ഞാൻ, പേരാമ്പ്ര പോയ ഒരാടുന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മൾ മുഖമെല്ലാം ഒന്ന് എന്ത് ചെയ്യുക, തേച്ച് മിനുക്കുക. എല്ലപ്പോഴേ ഞാൻ ഇപ്പം മുഖമെല്ലാം കഴുകുന്നുള്ളൂ കേട്ടോ. ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഒരു റുട്ടീനൊന്നും ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. പിന്നെ ഞാൻ പറയുന്ന കേട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം ഒരു നൈറ്റ് കെയറോ മോർണിംഗ് കെയറോ ഒന്നും ഇല്ലാത്ത ഏതോ ഒരു പ്രാകൃത ജീവിയാണ് ഞാൻ. എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ മുഖം കഴുകും, എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ മുഖം കഴുകുമില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ജീവിയാണ് ഞാൻ. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ കഴുകുന്ന ദിവസം നല്ല വൃത്തിയിൽ ഞാൻ കഴുകുകയും ചെയ്യും കേട്ടോ. മീൻസ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ മുഖമൊന്നും കഴുകാത്ത ആളാണെന്ന്. മുഖമെല്ലാം ഞാൻ കഴുകും, പക്ഷേ വെള്ളത്തിലിങ്ങനെ കഴുകും. ഇങ്ങനെ ഫേസ് വാഷ് വന്നിട്ട് കഴുകല്ല, അല്ലെങ്കിൽ കെമിക്കലല്ലേ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അല്ലല്ലോ ഇവിടുത്തെ വിഷയം. അങ്ങനെ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിയിൽ കഴുകും, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ട് നിങ്ങൾ ദിവസവും മുഖമെല്ലാം കഴുകുക. നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന രീതിയിലുള്ള pH ബാലൻസ്ഡ് ആയിട്ടുള്ള, അധികം പാരബൻ ഫ്രീ ആയിട്ടുള്ള, കെമിക്കലൊന്നും ഇല്ലാത്ത നല്ലൊരു ഫേസ് വാഷ് നോക്കി തിരഞ്ഞെടുത്ത് നിങ്ങൾ മുഖമെല്ലാം കഴുകുക. അങ്ങനെ മുഖമെല്ലാം കഴുകി ഞാൻ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കിയത് ഉപ്മാവായിരുന്നു, റവേൻ്റെ ഉപ്മാവ്. റവേൻ്റെ എന്ന് പറയുമ്പോൾ ചോളത്തിൻ്റെ കേട്ടോ, ചോള റവേൻ്റെ ഉപ്മാവ്. അതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഉപ്മാവാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇന്നാണ് ഒരു കാണിക്കുന്നത്. ഇത്രയും നേരം ഞാനിന്ന് മോൻ കഴുകുന്നത്, കുറേ പ്രാവശ്യം വെള്ളത്തിൽ മോൻ കഴുകുന്നതായിരിക്കും കേട്ടോ. കാര്യം പതിവില്ലാത്തതാണല്ലോ, വല്ലപ്പോഴാണല്ലോ ഫേസ് വാഷിലോട്ട് മുഖം കഴുകുന്നുള്ളൂ. അങ്ങനെ മുഖമെല്ലാം കഴുകി ഞാൻ വെള്ളം കുടിക്കാൻ പോവാണ്. വെള്ളം കുടിച്ചില്ലായിരുന്നു, ദിവസം രാവിലെ എണീക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കലുണ്ട്, പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾ പാൻ്റെല്ലാം ഇട്ട് അങ്ങോട്ടാണ് പോകുന്നത്, പാൻ്റ് ഇടുന്നത് പതിവില്ലാത്തതാണല്ലോ എന്ന്. ശരിയാ, ഞാൻ പാൻ്റെല്ലാം ഇട്ട് താഴെ പീടിയെ പോവാണ്. എന്ത് വാങ്ങിക്കാനാണെന്നല്ലേ, മുട്ട മേടിക്കാൻ വേണ്ടിയിട്ട്. മുട്ട ഇവിടെ തീർന്നിരിക്കുമായിരുന്നു. നമ്മൾ ദിവസം ഡെയിലി 2 മുട്ട കഴിക്കുന്നതാണ്. 2 മുട്ട മീൻസ് ഒരു മുട്ട ഞാൻ, മറ്റേ മുട്ട അപ്പു, അങ്ങനെ 2 മുട്ട നമ്മൾ രണ്ടുപേരും കഴിക്കുന്നതാണ്. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ താഴേക്ക് ചാടത്തുള്ളി പോയതായിരുന്നു. അന്നേരം ഞാൻ ഒരു കാര്യം വിചാരിച്ച്, എന്തെടുത്തിട്ടില്ല, വണ്ടി എന്നല്ലോ, ചാവി എടുത്തിട്ടില്ല. വാതിൽ പൂട്ടിയിട്ട് വേണമല്ലോ താഴേക്ക് പോകാൻ, കാര്യം ഉള്ളിലൊരു മനുഷ്യൻ കിടന്ന് ഉറങ്ങുകയാണല്ലോ. അപ്പോൾ എപ്പോഴും എന്നോട് അപ്പോൾ പറയുന്നതാണ് ചാവി എടുത്തിട്ട് പോവുക, കാര്യം പുറത്തുനിന്ന് ലോക്കായി കഴിഞ്ഞാൽ ഉള്ളിലത്തെ ആൾക്കേ തുറക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ചാവി എടുക്കാതെയാണ് പോയതെങ്കിൽ എനിക്ക് പുറമേന് തുറക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചാവിയെല്ലാം എടുത്ത് പോയി 20 മുട്ട വാങ്ങി വന്ന്. 20 മുട്ടയ്ക്ക് എത്ര പൈസ എന്നറിയോ നിങ്ങൾക്ക്? 140 റുപ്യ. അവിടെ നാട്ടിൽ എത്രയാണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു ഓൾ കേരള മുട്ടയ്ക്ക് സെയിം പ്രൈസാണ്. അതുപോട്ടെ. അതിനുശേഷം ഞാൻ ചായ കുടിച്ച്. ചായ അല്ല, നിങ്ങളെ പാലും വെള്ളം പോലത്തെ സാധനം കണ്ടില്ല, അത് ആക്ച്വലി മിൽക്കിൻ്റെ അകത്ത്, പാലിൻ്റെ അകത്ത് നമ്മൾ ഓട്സ് എല്ലാം ഇട്ടിട്ട് കുടിച്ചാണ് കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് നട്ട്സ് എല്ലാം ഇട്ടിട്ട് ഞാൻ, എന്തെങ്കിലുമൊക്കെ ഫ്ലാക്സ് സീഡ്, പിന്നെ സൺഫ്ലവർ സീഡ്, അങ്ങനത്തെ എല്ലാം. അത് കഴിഞ്ഞ് രാവിലത്തെ കുടി കഴിഞ്ഞ് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറായി. ചോറും പിന്നെ ഞാൻ എന്തോ ഒരു കറി ഉണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല. കാര്യം ഇന്നലെ നടന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെയാണ് ഞായറാഴ്ച ദിവസത്തെ എന്തോ ഞാൻ ഉണ്ടാക്കി. ചോറും ഉണ്ടായിരുന്നു, ഒരു കറി ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പേരിയൊന്നും ഞാനങ്ങനെ ഉണ്ടാക്കല്ല കേട്ടോ, ഭയങ്കര മടിച്ചാണ് കേസ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിച്ച്. എനിക്ക് തോന്നുന്നു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീൻ്റെ
കുറ്റാന്ന് തോന്നും, നമുക്ക് വൈറ്റമിൻ ഡി എന്തായാലും കുറ്റം പറയാം. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടോ. അപ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കുക ഒരു സിനിമ ഓൺ ചെയ്തിട്ടാണ്. സിനിമ ഇല്ലാണ്ട് അവന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, കാരണം ഒരു സിനിമ അഡിക്റ്റാണ്. അത് കഴിഞ്ഞ് എൻ്റെ വർക്ക് ഒന്നും പറയാത്ത ഭേദം, പ്രാന്ത് പിടിക്കുകയാണ്. സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം കാര്യം. എങ്ങനെയെങ്കിലൊക്കെ ഒരു സെയിൽ ഒപ്പിക്കാൻ പെടുന്ന പാട് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവും, അല്ലാത്ത ഒരാൾക്കാർക്കും അത് തിരിയൂല. അങ്ങനെ ഞാൻ ഡെയിലി ഇങ്ങനെ ഫോണ് വിളിച്ച് ഓരോ ആൾക്കാരെ ഇങ്ങനെ വിളിക്കും, ജോയിൻ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കാര്യം ഡെയിലി നമുക്ക് 250 ഡയൽ ചെയ്യണം. 1.5 മണിക്കൂറാണ് കോൾ ഡ്യൂറേഷൻ. ഇപ്പോൾ പോവുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു രീതിയിൽ ഞാൻ വർക്ക് പെർഫോമൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം അടുത്ത് തന്നെ ഈ കമ്പനി ഒഴിവാകും. ഞാൻ പിന്നെ 4 മാസം കൂടുമ്പോൾ ഒരു 10 കമ്പനി കയറുന്ന ഒരാളാണ് ഞാൻ. എന്താല്ലേ, നിങ്ങൾക്ക് വലിയ കോമഡി ആയിട്ട് തോന്നിയിട്ടില്ലായിരിക്കും, പക്ഷേ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, 4-5 മാസം കൂടുമ്പോൾ ഒരു 10 കമ്പനിയിൽ ഇങ്ങനെ മാറി കയറുന്ന എത്ര നല്ല സുഖമുള്ള ഏർപ്പാടാണ്. ഒന്നും പറയണ്ട, എൻ്റെ കഴിവില്ലായ്മ അതെന്നെ പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ വിളിക്കുന്ന സെയിൽസ് ആണല്ലോ, അപ്പോൾ സെയിൽസ് എൻഷുർ ചെയ്യണമല്ലോ. ആദ്യത്തെ മാസത്തിൽ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ 2ാമത്തെ മാസം അപ്പം ഞാൻ ടാർജറ്റ് അടിച്ചില്ല, 3ാമത്തെ മാസം ഞാൻ ടാർജറ്റ് അടിച്ചു, 4ാമത്തെ മാസം അടിച്ചില്ല. ഒന്നരാടം ഞാൻ ടാർജറ്റ് അടിക്കുന്നത്. ആരോട് പറയാനാ ഇതല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും സെയിൽസിൽ എടുക്കുമല്ലോ. എന്തോ ഭാഗ്യത്തിനാണ് എനിക്കിപ്പോൾ ഈ ഒരു 4 മാസം വരെയൊക്കെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത മാസം എനിക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം ഗൈസ്, കാണുന്ന ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാ മാസവും ടാർജറ്റ് അടിക്കും. കാര്യം ടാർജറ്റ് അടിച്ചാലല്ലേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. ജോലി കിട്ടിയാലല്ലേ എനിക്ക് മാസം പൈസ കിട്ടും. ഇല്ലെങ്കിൽ ഈ ജോലിയും കളഞ്ഞ് ഞാൻ വേറെ ഏതെങ്കിലും ജോലി നോക്കേണ്ടി വരും. എന്താല്ലേ എൻ്റെ ഒരു അവസ്ഥ. ഓരോ മാസവും ഓരോരോ ജോലിയാണ് എനിക്ക്. ഇതും പറഞ്ഞ് ഞാനും അപ്പോൾ എന്നും ഡെയിലി ആഡ് ചെയ്യാം. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യേണ്ടേ. ജോലി ചെയ്യാണ്ട് നമുക്ക് എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വിളിക്കും. ഞങ്ങളൊന്ന് ആലോചിക്കും, രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ തോണ്ടി ഓരോ ആൾക്കാർ വിളിക്കുന്ന പരിപാടി ഇത്ര നല്ലതാണ്. ചിലർ പറയുന്നതൊക്കെ വർക്ക് ഫ്രം ഹോം അല്ലേ, വളരെ എനിക്ക് ഭയങ്കര സുഖമല്ലേ, ഫോണിൽ 2 നമ്പർ ഞെക്കി വിളിച്ചാൽ പോരേന്ന്. പക്ഷെ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. കാര്യം സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം എന്തുമാത്രം പ്രഷർ പിടിച്ച പണിയാണ്. ടാർജറ്റും പ്രഷറും. ഇനി സെയിൽ കൊണ്ടുവന്നെങ്കിലേക്ക് എന്താ സെയിൽ കൊണ്ടുവരാത്തത്, ഇനി ഒരു 5 മിനിറ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എവിടെ പോയതാണ്, ഇനി കക്കൂസ് പോയതാണോ അല്ലെങ്കിൽ വേറെ എവിടെയും പോയതാണോ, 100 എക്സ്പ്ലനേഷൻ 100 എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും നമ്മൾ TL-ൻ്റെ അടുത്ത്. സോ ഇതൊക്കെ സെയിൽസിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ഇതെല്ലാം പറയുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ഞാൻ കൂട്ടി പറയുന്നതായിട്ട് തോന്നും. ശരിക്കും അങ്ങനെയൊന്നും അല്ല ഗൈസ്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ. എല്ലാ ആൾക്കാർക്കും അത് ഡീൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. പക്ഷേ സെയിൽസിൽ വൺസ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ സത്യം പറയല്ല, പൈസ ഉണ്ടാക്കാൻ പറ്റിയ പണിയാണ് സെയിൽസ്. മറ്റേത് പ്രൊഫഷനെക്കാട്ടിലും നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ സെയിൽസിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ചൂസ് ചെയ്യാം. കാര്യം കഴിവുള്ള ആൾക്കാർക്ക് അത്ര അധികം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സെയിൽസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ഇത്രയും നേരങ്ങൾ ഞാൻ വായിട്ടലച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും നിർബന്ധമായിട്ട് കമൻറ്റ് ഇടും. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എൻ്റെ സെയിൽസിൽ എന്തെങ്കിലും വളർച്ച കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക എൻ്റെ കമൻറ്റ് ബോക്സിൽ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വിളിച്ച് ഭ്രാന്ത് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ നിങ്ങളോടെല്ലാം ചിരിക്കുന്നുണ്ട്. കാര്യം എനിക്കെന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. ദിവസം ഇങ്ങനെ വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കെന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട. ഇപ്പം ഞാൻ എടുക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ ഞാൻ എൻ്റെ മനഃപൂർവ്വം അറിവുകൊണ്ട് എടുത്തല്ല, അപ്പോൾ വെറുതെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോയി. അതായത് 7:30 കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വർക്ക് നിർത്തി പുറത്തേക്ക് പോയി. നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി. കാര്യം ഫുൾ ടൈം ഇങ്ങനെ റീൽസിലെല്ലാം തോണ്ടിയിരിക്കുമ്പോൾ നല്ല ഫുഡിൻ്റെ വീഡിയോ എല്ലാം കണ്ട് നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ മനസ്സ് മാറുമല്ലോ. എന്നും ചോറ് തിന്നാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തലോജയിലെ മന്തി മഹലിൽ പോയിട്ട് അവിടെ നല്ലൊരു മന്തി വാങ്ങി, അൽഫാം മന്തി. അവിടെ പെരി മന്തി, ഹണി മന്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മന്തി ഉണ്ട്. 600 റുപ്യാണ് മക്കളെ. ഇവിടെ ഭയങ്കര പൈസയാണ്. ഹാഫ് മന്തിക്കാണ് 600 റുപ്യ. അപ്പോൾ ഞങ്ങളങ്ങനെ മന്തിയെല്ലാം വാങ്ങിച്ച് അപ്പൂൻ്റെ ശകടത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പോൾ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കോപ്രായത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് മന്തി വന്നു. ഇതിൻ്റെ അകത്ത് ഇത് അപ്പൂൻ്റെ പ്ലേറ്റ് ആട്ടോ. ആ ടൊമാറ്റോ സാധനം കാണുന്നില്ല, എനിക്ക് കണ്ടുകൂടാ സാധനം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്, പക്ഷെ അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൻ ആ സാധനം തിന്നും. എനിക്കത് ഇഷ്ടമല്ല, ഞാനത് ഇതുവരെ എടുത്തിട്ടില്ല. ഇതുവരെ ഒരു പീടിയൊന്നും ഞാൻ ആ സാധനം ഇതുവരെ എടുത്തിട്ടില്ല. എനിക്കിഷ്ടമല്ല ടൊമാറ്റോ ചട്നി. അങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും അപ്പോൾ മന്തി കഴിക്കുന്ന രംഗമാണ്. അപ്പോൾ ഫോണിൽ നോക്കി സിനിമയെല്ലാം കണ്ടിട്ട് ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഉരുള കൊടുക്കാൻ നോക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഞാനങ്ങനെ ലിബ്യസ്യായി ഞാൻ എൻ്റെ വായിലേക്ക് തന്നെ ഇടുന്നു ആ ഉരുള. അത് കഴിഞ്ഞ് അപ്പോൾ വെള്ളം കുടിക്കുന്നു. അതിനുശേഷം ഞാൻ അവനോട് നല്ല ടേസ്റ്റ് ഇല്ലേ എന്നെല്ലാം പറഞ്ഞ് ആ മുഖത്ത് എന്തെങ്കിലുമൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അങ്ങനെ ഞങ്ങൾ മന്തിയെല്ലാം കഴിച്ച് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിച്ച്. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ചാച്ചാ ബൈ.